ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയെ പറ്റിയുള്ള NCERT, SCERT റാങ്ക് ഫയൽ ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഫാക്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഇത് പാർട്ട് 1, പാർട്ട് 2 അങ്ങനെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ള എല്ലാവരും ഒന്ന് കാണുക. ഇഷ്ടമാവുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സിലേക്ക് പോവാം. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായത് ക്യാബിനറ്റ് മിഷൻ പദ്ധതിയാണ്. അവിഭക്ത ഇന്ത്യക്കുള്ള ഭരണഘടനാ നിർമ്മാണ സഭ 1946 രൂപീകരിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് 1946 ഡിസംബർ 6-നാണ്. എന്നാൽ ആദ്യ യോഗം ചേരുന്നത് 1946 ഡിസംബർ 9-നാണ്. ഈ രണ്ട് ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. രൂപീകരിക്കുന്നത് 1946 ഡിസംബർ 6-നും ആദ്യ യോഗം ചേരുന്നത് ഡിസംബർ 9-നുമാണ്. ആദ്യ സമ്മേളനത്തിൽ ആകെ 207 പേരാണ് പങ്കെടുക്കുന്നത്. പങ്കെടുത്ത വനിതാ അംഗങ്ങൾ 9 പേരാണ്. മുസ്ലിം ലീഗ് ആദ്യ സമ്മേളനത്തെ ബഹിഷ്കരിച്ചിരുന്നു. അപ്പോൾ ആദ്യ യോഗം ചേരുന്നത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ്. ഇപ്പോൾ ഈ ഹാളിനെ അറിയപ്പെടുന്നത് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെൻറ്റ് എന്നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ താൽക്കാലിക പ്രസിഡന്റാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അപ്പോൾ ആ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അപ്പോൾ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗത്തെ താൽക്കാലിക പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്ന ഒരു രീതി ഇന്ത്യ കടം കൊണ്ടത് ഫ്രാൻസിൽ നിന്നുമാണ്. സ്ഥിരം പ്രസിഡന്റിനെ എല്ലാവർക്കും അറിയായിരിക്കും, ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇദ്ദേഹത്തെ സ്ഥിരം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത് 1946 ഡിസംബർ 11-നാണ്. ഡേറ്റ് മറക്കരുത്, 1946 ഡിസംബർ 11. ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ബീഹാറാണ്, അതൊന്നും കൂടെ അറിഞ്ഞിരിക്കുക. പിന്നീട് ഇദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറുന്നു അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയും ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. ഇദ്ദേഹത്തോടൊപ്പം അറിഞ്ഞിരിക്കേണ്ടതാണ് ഉപാധ്യക്ഷന്മാരെ. HC മുഖർജി, VT കൃഷ്ണമാചാരി എന്നിവരാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ. ഈ HC മുഖർജിയുടെ ജന്മസ്ഥലം ബംഗാളാണ്. ഇദ്ദേഹത്തെ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്നത് 1947 ജനുവരി 25-ആണ്. എന്നാൽ ചില PSC ഉത്തര സൂചികകളിൽ 1946 ഡിസംബർ 11 കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണോ ഓപ്ഷൻ വരുന്നത് അത് വെച്ച് ആൻസർ ചെയ്യാം. VT കൃഷ്ണമാചാരിയെ 1947 ജൂലൈ 16-നാണ് ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ആധികാരികത നൽകിയ ഘടകങ്ങളെന്ന് കൊടുത്ത് +2, അതായത് NCERT ടെക്സ്റ്റിൽ കിടക്കുന്നതാണ് ഈ ഒരു ഫാക്റ്റ്. ഇതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ആധികാരികത നൽകിയ ഘടകങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും ഘടനയും, അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി, വിചിന്തന തത്വം, നടപടിക്രമങ്ങൾ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം, സ്ഥാനപരമായ ക്രമീകരണങ്ങൾ എന്നിവ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ആ ഒരു +2, +1, +2 ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയെ പറ്റിയുള്ള കാര്യങ്ങൾ ലാസ്റ്റ് പാർട്ടിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. ജനസംഖ്യാനുപാതികമായി പ്രവിശ്യകൾക്കും നാട്ടുരാജ്യങ്ങൾക്കും സീറ്റുകൾ അനുവദിച്ചു. ആകെ അംഗസംഖ്യ 389 പേരാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗസംഖ്യ എത്രയാണ്? 389. ഇതിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 296 പേരും നാട്ടുരാജ്യങ്ങളിൽ നിന്നും 93 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളെന്ന് പറയുന്നത് ഡൽഹി, അജ്മീർ, കൂർഗ്, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ എന്നിവിടങ്ങളെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് ആകെ 296 പേരല്ലേ ഉണ്ടായിരുന്നത്. അതിൽ ഗവർണറുടെ പ്രവിശ്യകളിൽ നിന്നും 292 പേരും ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യകളിൽ നിന്നും 4 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യകളാണ് ഡൽഹി, അജ്മീർ, കൂർഗ്, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ എന്നിവ. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. 208 സീറ്റുകൾ. 73 സീറ്റുകളാണ് മുസ്ലിം ലീഗിന് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ഷനിലൂടെ ഇതിലേക്ക് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എത്തിയ
പ്രധാന അംഗങ്ങളാണ് ഡോക്ടർ BR അംബേദ്കർ, HC മുഖർജി, KC നിയോഗി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, JB കൃപലാനി, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ S രാധാകൃഷ്ണൻ, സർദാർ വല്ലഭായ് പട്ടേൽ, KM മുൻഷി, TT കൃഷ്ണമാചാരി, A രാമസ്വാമി മുതലിയാർ എന്നിവർ. അപ്പോൾ ഇവരൊന്ന് കേട്ട് വെച്ചിരുന്നാൽ മതി. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആകെ മലയാളികൾ 17 പേരായിരുന്നു. വനിതകൾ ഉൾപ്പെടെയാണ് 17 പേര്. അപ്പോൾ മലയാളി വനിതാ അംഗങ്ങൾ 3 പേരാണ്. അതാരൊക്കെയാണ്? ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്നിവരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മലയാളി വനിതകൾ. അപ്പോൾ തിരുവിതാംകൂറിൽ നിന്നും പട്ടം താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, K മുഹമ്മദ്, PT ചാക്കോ, ആനി മസ്ക്രീൻ എന്നിവരായിരുന്നു തിരുവിതാംകൂറിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എത്തിപ്പെട്ടവർ. കൊച്ചിയിൽ നിന്നും പനമ്പിള്ളി ഗോവിന്ദമേനോനാണ്. യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും ഡോക്ടർ ജോൺ മത്തായി. മലബാർ അല്ലെങ്കിൽ മദ്രാസ് പ്രവിശ്യയിൽ നിന്നും K മാധവമേനോൻ, P കുഞ്ഞിരാമൻ, KTM മുഹമ്മദ് ഇബ്രാഹിം, B പോക്കർ, AK മേനോൻ, അബ്ദുൽ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്നിവരായിരുന്നു ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ 299 കുറയുന്നു. 229+70 എന്ന രീതിക്ക്, അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 229 പേരും നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 70 പേരും. അപ്പോൾ വിഭജനത്തിന് മുൻപ് ആകെ 389 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗസംഖ്യ 299 കുറയുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതാ അംഗങ്ങൾ 15 പേരാണ്. അപ്പോൾ ഈ 15 പേരെ ഞാൻ ഒന്ന് വായിക്കാം, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ, ബീഗം ഐസ്വാസ് റസൂൽ, ദുർഗാബായി ദേശ്മുഖ്, ഹൻസ ജീവരാജ് മേത്ത, കമല ചൗധരി, ലീല റോയ്, മാലതി ചൗധരി, പൂർണിമ ബാനർജി, രാജ്കുമാരി അമൃത് കൗർ, രേണുക റോയ്, സരോജിനി നായിഡു, സുജേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അറിവെങ്കിലും ഉണ്ടായിരിക്കണം, അതുകൊണ്ടാണ് ഒന്ന് വായിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസ്വാസ് റസൂൽ. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിതയായിരുന്നു ദാക്ഷായണി വേലായുധൻ. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയായിരുന്നു. നിയമനിർമ്മാണ സഭയുടെ സ്പീക്കർ GB മാവ്ലങ്കറാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവായി പ്രവർത്തിച്ചത് BN റാവു ആണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ് BN റാവു. സെക്രട്ടറി HVR അയ്യങ്കറാണ്. ചീഫ് ഡ്രാഫ്റ്റ്മാൻ SN മുഖർജി. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരും ഒന്ന് നന്നായി പഠിച്ചു വെക്കുക. പാർട്ട് 2 ആയിട്ട് ഇതിൻ്റെ ബാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ ബേസായിട്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ +1 +2 ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊന്ന് വായിച്ചു പോകാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം PDF ചേർത്ത് പഠിക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.